باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ മഹത്തായ ചില ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത്. ഇന്നത്തെ ഈ ജുമുഅ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ചില ദൗർഭാഗ്യവാന്മാർ അവർക്ക് ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ മറ്റ് സാധാരണ ദിവസങ്ങളെപ്പോലെ ഈ ദിവസങ്ങളെയും അവഗണിക്കുന്നു എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ് എന്നും കൂടെ ആമുഖത്തിൽ സൂചിപ്പിക്കുകയാണ്. പേമാരി കണക്കെ വിശുദ്ധ ഹറമിലേക്ക് വിശ്വാസികളുടെ സംഘങ്ങൾ, അള്ളാഹുവിൻ്റെ അതിഥികൾ ഹജ്ജ് ഉദ്ദേശിച്ച് ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സന്ദർഭം കൂടെയാണിത്. വിശ്വാസികൾക്കിടയിൽ അനേകം ഭിന്നതകളുണ്ട്. അവർ വരുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്നാണ്, ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും. അവർ സംസാരിക്കുന്ന ഭാഷ ഭിന്നമാണ്. അവർ ഒരേ നിറക്കാരല്ല, ഒരേ സംസ്കാരക്കാരല്ല. വിവിധ ഭരണകൂടങ്ങൾക്കീഴിൽ ജീവിക്കുന്നവരാണ്. ആ ഭരണകൂടങ്ങളിൽ ഇസ്ലാമികമായ ഭരണകൂടമുണ്ട്, അനിസ്ലാമികമായ ഭരണകൂടങ്ങളുണ്ട്, തികച്ചും ഫാഷിസ്റ്റ് രീതി സ്വീകരിക്കുന്ന ഭരണകൂടങ്ങളുണ്ട്. അവർക്കിടയിൽ സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളുണ്ട്. പക്ഷേ ഈ പുണ്യഭൂമിയിൽ വരുമ്പോൾ അവർക്കിടയിൽ അനേകം സമാനതകൾ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരുടെയും ചുണ്ടുകളിൽ നിന്ന് വരുന്ന ദിക്റുകൾക്ക് സമാനതകളുണ്ട്. അവിടെ വസ്ത്രധാരണ രീതികൾക്ക് സമാനതകളുണ്ട്. അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്കും സമാനതകളുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്, തൽബിയത്ത് ചൊല്ലിക്കൊണ്ട്, അള്ളാഹുവെ മറ്റാരുടെയും വിളി കേട്ട് വന്നതല്ല ഞങ്ങൾ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാം വലിയ ജനസംഖ്യ ഇല്ലാത്തൊരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഇരട്ടിപ്പിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളില്ലാത്തൊരു കാലത്ത്, ഇന്ന് നാം കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലത്ത് അദ്ദേഹം നിർവഹിച്ച ആ വെളിയാളത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിൻ്റെ വിളംബരം അങ്ങ് നിർവഹിക്കുക.
യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഈ വിളിയാളം കേട്ട് വിദൂര ദിക്കുകളിൽ നിന്ന് പോലും കാൽനടയായും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും വലിയ മലയിടുക്കുകൾ മലമ്പാതകൾ താണ്ടിയും വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിളംബരം നിർവഹിക്കുകയാണ്. മക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമിനെ പ്രത്യേകമായി പാകപ്പെടുത്തിയതാണ്. സ്വാഭാവികമായി വളർന്നു വന്നതല്ല, അല്ലാഹു പ്രത്യേകമായി പാകപ്പെടുത്തിയതാണ് ആ പുണ്യഭൂമിയെ. ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ ഭാര്യ ഹാജറിനെയും ആ ചോരപ്പൈതൽ ഇസ്മായിൽ അലൈഹിസ്സലാമയെയും ഈ പ്രദേശത്ത് കൊണ്ടുവന്നാക്കി തിരിച്ചു പോകുന്നു. പിന്നീട് ഏറെക്കാലം അവർ രണ്ടുപേരും മാത്രമാണ് ആ ഊഷരമായ ഭൂമിയിലുള്ളത്. മൊട്ടക്കുന്നുകൾ നിറഞ്ഞൊരു പ്രദേശം, പുല്ലുകൾ പോലും മുളക്കാൻ അറച്ചു നിൽക്കുന്നൊരു പ്രദേശം, മരങ്ങളിൽ കായ്കനികളോ ഇല്ലാത്തൊരു പ്രദേശം, കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്തൊരു പ്രദേശത്ത് കൊണ്ടുവന്നാക്കി അദ്ദേഹം തിരിച്ചുപോയി. പിന്നീട് സംസം ഉണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ യമനിലുണ്ടായ കടുത്ത വരൾച്ചയിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ യമനിലെ വിവിധ ഗോത്രങ്ങൾ അറേബ്യൻ ഭൂഖണ്ഡത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കുടിയേറി പാർക്കുമ്പോൾ കൂട്ടത്തിൽ ജുർഹൂം എന്ന് പറയുന്ന ഗോത്രം മക്കയിലേക്ക് വരികയും സംസം കിണർ കാരണം അവിടെ ഹാജറിൻ്റെ സമ്മതത്തോടുകൂടി താമസമാക്കുകയും ചെയ്തു. ആ ജുർഹൂം ഗോത്രത്തിൽ നിന്ന് തന്നെയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം വിവാഹം കഴിച്ചത്. പതുക്കെ പതുക്കെ മക്കയുടെ ഭരണ നേതൃത്വവും ഹജ്ജിൻ്റെ ചുമതലകളും കഅബത്തിൻ്റെ സംരക്ഷണവും ജുർഹൂം ഗോത്രത്തിൻ്റെ കയ്യിൽ വന്നു. നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ജുർഹൂം ഗോത്രം ധാർമ്മികമായി അധപതിക്കുകയും കഅബാലയത്തിൻ്റെ പൊതുസ്വത്ത് പോലും ഇന്ന് കഴിഞ്ഞ ചില ദിവസങ്ങളിൽ കേരളത്തിൽ ചർച്ച ചെയ്തതുപോലെ കഅബാലയത്തിൻ്റെ പൊതുസ്വത്ത്, ദേവാലയത്തിൻ്റെ പൊതുസ്വത്ത് വ്യക്തിപരമായി ഉപയോഗപ്പെടുത്തുകയും വലിയ അധാർമികതകൾ ഹറമിനും പരിസരത്തും പടരുകയും ചെയ്ത കാലത്ത് ഖുസാ ഗോത്രം അവരെ ആട്ടി ഓടിച്ച് ഹറമിൻ്റെ അധികാരത്തിൽ വരുന്നു. നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ഖുസാ ഗോത്രത്തിനും ഇതുപോലെയുള്ള അധാർമികതകൾ സംഭവിച്ചു. അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ഒരു ഖുസാ ഗോത്രക്കാരനാണ് ആദ്യമായി ഹറമിനകത്തേക്ക് വിഗ്രഹാരാധന കടത്തിക്കൊണ്ടുവന്നത്. അദ്ദേഹം നടത്താറുള്ള യാത്രകൾക്കിടയിൽ ഒരു പ്രദേശത്ത് നിന്ന് ലഭിച്ച ഒരു വിഗ്രഹത്തെ, കൈയും കാലും പൊട്ടിയ ഒരു വിഗ്രഹത്തെ ഹറമിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയായിരുന്നു ആ മനുഷ്യൻ. അവിടെ നിന്നാണ് വിഗ്രഹാരാധനയുടെ ആരംഭം. പിന്നീടാണ് ഖുറൈശികളുടെ കയ്യിലേക്ക് മക്കയുടെ ആധിപത്യവും ഹറമിൻ്റെ ചുമതലയും കഅബാലയത്തിൻ്റെ സംരക്ഷണവും വരുന്നത്. ആ ആദ്യ കാലഘട്ടങ്ങളിൽ ഖുറൈശി ഗോത്രം മക്കയിലും മദീനയിലുമൊക്കെ ചെതറക്കിടക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽ ഒരാളായ ഖുസൈ ഇബ്നു കിലാബ് ഖുറൈശികളെ ഏകോപിപ്പിച്ചു. തുറന്ന ആകാശത്തിന് കീഴിൽ ഒരു സുരക്ഷയുമില്ലാതെ മറ്റ് അറബി ഗോത്രങ്ങൾക്ക് എപ്പോഴും ഇവരെ കൊള്ള ചെയ്യാവുന്ന വിധത്തിൽ ഭയപ്പാടിൻ്റെ ഒരു സാഹചര്യത്തിൽ നിന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് മക്കയിൽ താമസിപ്പിക്കുകയും വലിയ സാമ്പത്തികമായ വളർച്ച ഉണ്ടാക്കുകയും ചെയ്യാൻ ഖുസൈ ഇബ്നു കിലാബിൻ്റെ നേതൃത്വത്തിൽ സാധിച്ചു. ഖുറൈശികൾ കച്ചവടക്കാരായി മാറി. മറ്റ് കച്ചവടക്കാർക്ക്, കച്ചവട ഗ്രൂപ്പുകൾക്ക് അവർ സഞ്ചരിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ അവിടുത്തെ ഗോത്രങ്ങളിൽ നിന്ന് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നുവെങ്കിൽ ഖുറൈശി കച്ചവട സംഘത്തിന് അങ്ങനെയുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നില്ല. ഓരോ ഗോത്രത്തിനെയും സമീപത്തു കൂടെ കടന്നു പോകുന്ന കച്ചവട സംഘങ്ങൾക്ക് പ്രത്യേകമായി ആ ഗോത്രത്തിന് നികുതി നൽകേണ്ടിയിരുന്നുവെങ്കിൽ ഖുറൈശികൾക്ക് അങ്ങനെ നികുതി നൽകേണ്ടിയും വന്നില്ല. അവർക്ക് പ്രത്യേകമായ ആദരവും സ്വീകാര്യതയും വിവിധ അറബ് ഗോത്രങ്ങൾക്കിടയിൽ ലഭിച്ചു. കാരണം അവർക്കൊക്കെയും തീർത്ഥയാത്ര നടത്തേണ്ട
പുണ്യഭൂമിയുടെ ആധിപത്യം ഖുറൈശികളുടെ കയ്യിലാണ്. ഇതും ബോധപൂർവം അല്ലാഹു സുബ്ഹാനഹു വ തആല പാകപ്പെടുത്തിക്കൊണ്ടുവന്നൊരവസ്ഥയാണ്. അവിടെ പട്ടിണി മാറ്റി, അവർക്ക് നിർഭയത്വം ലഭിച്ചു, അവർക്ക് സമൂഹത്തിൽ സ്വീകാര്യത ലഭിച്ചു. ആ സമയത്താണ് യമന്റെ ഭരണാധികാരിയായിരുന്ന ഹിംയർ കുടുംബത്തിലെ ഭരണാധികാരി പഴയ യസ്രിബ് സന്ദർശിക്കുന്നത്. മദീന, അന്നത് മദീനയല്ല, പഴയ പേര് യസ്രിബാണ്. അവിടെ വെച്ച് ആദ്യമായി ജൂതമതത്തെ പരിചയപ്പെട്ടു. തൻ്റെ വിഗ്രഹാരാധനയുടെ മതത്തെക്കാളും നല്ലത് ഈ ജൂതമതമാണല്ലോ എന്ന് വിചാരിച്ച് ജൂതമതം സ്വീകരിക്കുകയും ബനൂ ഖുറൈള ഗോത്രത്തിലെ ജൂത പണ്ഡിതന്മാരെ ജൂതമത പ്രചാരണത്തിന് വേണ്ടി യമനിൽ കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ പിന്നീട് ഈ ജൂതമതം സ്വീകരിച്ച് നജ്റാനിലെ വിശ്വാസികളെ ആക്രമിക്കുന്നുണ്ട്. അവർ ജൂതമതം സ്വീകരിക്കാൻ നിർബന്ധിച്ചു. അവർ ഈസാ അലൈഹി ഇസ്ലാമയുടെ അനുയായികളും അള്ളാഹുൽ വിശ്വസിച്ച വിശ്വാസികളും മുസ്ലിങ്ങളുമായിരുന്നു. 20,000-ഓളം വരുന്ന വിശ്വാസികളെ പ്രത്യേകമായ തീക്കുണ്ടാരമുണ്ടാക്കി ചുട്ടുകൊന്നു. അതിൻ്റെ പ്രതികാര നടപടി എന്നോണം റോമന്റെ 70,000 വരുന്ന സൈന്യം യമൻ ആക്രമിച്ചു. അന്ന് അതിൻ്റെ സൈന്യത്തിലൊരു അംഗമായിരുന്ന അബ്രഹത്ത് സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനായി മാറുകയും പിന്നീട് അവിടുത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരിയായി മാറുകയും ചെയ്തു. എങ്കിലും റോമനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി യമനിൽ അദ്ദേഹം പ്രത്യേകമായൊരു ദേവാലയം സൃഷ്ടിച്ചു. ആ ദേവാലയത്തിലേക്ക് തീർത്ഥയാത്ര ചെയ്യാൻ വേണ്ടി ആഹ്വാനം നടത്തി. പക്ഷെ ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. കഅബാലയത്തിന് പകരമായി അള്ളാഹു പ്രത്യേകം വളർത്തിക്കൊണ്ടുവന്ന ഈ വിശുദ്ധ ദേവാലയത്തിന് പകരമായി മറ്റൊരു ദേവാലയമുണ്ടാക്കി, ഷിർക്കിൻ്റെ ഒരു കുടീരമുണ്ടാക്കി തീർത്ഥയാത്രയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ ഖുറൈശികളുടെ കൂട്ടത്തിൽ ഒരാൾ ചെന്ന് അവിടെ വൃത്തികേടാക്കുകയും ചെയ്തു. പ്രകോപിതനായ അബ്രഹത്ത് കഅബാലയം പൊളിക്കാൻ തീരുമാനിച്ചു. മക്കയുടെ ഒരു പ്രാന്തപ്രദേശത്ത് സൈന്യം തമ്പടിക്കുമ്പോഴാണ് അബ്ദുൽ മുത്തലിബിനെ വിളിച്ചു വരുത്തി ചില ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ചയും പരാജയപ്പെട്ട് അബ്ദുൽ മുത്തലിബ് മക്കത്തേക്ക് വന്ന് ഖുറൈശികളോട് പറഞ്ഞു, ഇതാ നമുക്ക് നേടാൻ പറ്റാത്തൊരു സൈന്യത്തെയുമായിട്ടാണ് അബ്രഹത്തിൻ്റെ വരവ്. 12,000-ഓളം വരുന്ന സൈന്യമുണ്ടായിരുന്നു അബ്രഹത്തിൻ്റെ കൂടെ. നമുക്ക് നേടാൻ കഴിയില്ല. അതുകൊണ്ട് ഓരോ കുടുംബങ്ങളും മക്കയിലെ വിവിധ പർവ്വത പ്രദേശങ്ങളിലേക്ക് അഭയം പ്രാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം കഅബാലയത്തിൽ ചെന്ന് ദീർഘമായൊരു പ്രാർത്ഥന നടത്തുന്ന ചരിത്രത്തിൽ കാണാം. അവിടെ ഉണ്ടായിരുന്ന 360-ഓളം വിഗ്രഹങ്ങളെ പരിഗണിക്കാതെ, ഒരു വിഗ്രഹത്തോടും സങ്കടം പറയാതെ, ഈ മഹാപ്രപഞ്ചത്തിന്റെ സട്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിനെ വിളിച്ച് അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥന. അബ്രഹത്തിന്റെ സൈന്യം പരാജയപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രത്യേകമായ സൈന്യം അവരെ നേരിട്ടു. പക്ഷികളുടെ കാലുകളിൽ നിന്ന് എറിയപ്പെട്ട കല്ലുകൾ ആരുടെയൊക്കെ ശരീരത്തിൽ പതിച്ചോ അവിടെയൊക്കെ ശരീരത്തിൽ നിന്ന് മാംസം ഉതിർന്നു വീഴുകയും, ചരിത്രം പറയുന്നുണ്ട്, ഈ സൈനിക നീക്കം നടത്തിയ ആ പ്രദേശം തൊട്ട് യമന്റെ തീരപ്രദേശം വരെ അബ്രഹത്തിന് സൈന്യങ്ങൾ വീണ് ചത്തുകിടക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു എന്ന്. ഈ സംഭവവും ഖുറൈശികൾക്ക് വലിയ പേരും പ്രശസ്തി ഉണ്ടാക്കി. കഅബാലയത്തിന് മുമ്പെങ്ങുമില്ലാത്ത വിധം ആളുകളുടെ മനസ്സിൽ വല്ലാത്ത സ്ഥാനമുണ്ടാക്കി. ഇതൊക്കെയും പടച്ച റബ്ബിന്റെ പ്രത്യേകമായ തീരുമാനമാണ്. സൂറത്തു ഖുറൈശിൽ ലിഇലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. വിശുദ്ധ ഖുർആൻ പഴയ ഖുറൈശികളുടെ ആ അരക്ഷിതമായ ഒരവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, ഭയപ്പാടിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് വേനലും വർഷക്കാലത്തും ശൈത്യകാലത്തുമൊക്കെ കച്ചവടയാത്ര നടത്താൻ പറ്റുന്ന വിധത്തിൽ ആ കച്ചവട പാതകൾ നിങ്ങൾക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി തന്നു. പലപ്പോഴും റോമും പേർഷ്യയും ഒക്കെ ഈ കച്ചവട ഇടനാഴി അല്ലെങ്കിൽ സാമ്പത്തിക ഇടനാഴി കൈവശപ്പെടുത്തിയിട്ടെങ്കിൽ പോലും ആ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വിട്ടുപോവുകയാണ് ചെയ്തത്. പക്ഷെ അത് ഖുറൈശികൾക്ക് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ കഅബയുടെ ഈ ഭവനത്തിൻ്റെ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ആ ആനക്കലഹത്തിന് ശേഷം ഏതാണ്ട് 10 വർഷത്തോളം കഅബാലയത്തിനകത്തോ പരിസരത്തോ വിഗ്രഹാരാധകൾ നടന്നിട്ടേയില്ല. ഒരു 10 വർഷത്തോളം ഖുറൈശികൾ ഏകനായ റബ്ബിനെ മാത്രമാണ് ആരാധിച്ചത്. പിന്നെയും അത് ഷിർക്കിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല
ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ഈ ഭൂപ്രദേശത്തെ ആരാധനകൾക്ക് വേണ്ടി പ്രത്യേകമായി പാകപ്പെടുത്തിയതാണ്. അത് നമുക്കെല്ലാവർക്കും നിർബന്ധമായ ഒരു കാര്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ശേഷിയുള്ളവർക്ക്, ശാരീരികമായി ശേഷിയുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ ഒരു ഇബാദത്താണിത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ലോകത്തൊന്നാമതായി അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ഉണ്ടാക്കിയ ആരാധനാലയമാണിത്. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. അവിടെ പ്രത്യേകമായ ചില ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിലൊന്നാണ് മഖാമു ഇബ്രാഹിം. വമൻ ദഖലഹു കാന ആമിന. ആ നിർഭയ കേന്ദ്രത്തിൽ, ഹറമിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അവൻ നിർഭയനാണ്. ഇസ്ലാമിന്റെ മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പവിത്ര ഭൂമിയെ നിർഭയ കേന്ദ്രമായി നിലനിർത്തി. പിന്നീട് ഇസ്ലാമിക സമൂഹത്തിന്റെ കയ്യിൽ അതിൻ്റെ ആധിപത്യം വന്നപ്പോഴാണ് പലപ്പോഴും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായത്. ഒരു വേള ഷിയ പടയാളികൾ ആയുധങ്ങൾ മയ്യത്ത് കെട്ടിൽ ചുമന്ന് ഹറമിനകത്തേക്ക് കൊണ്ടുവന്നു. വരുന്നത് മയ്യത്താണല്ലോ എന്ന് വിചാരിച്ച് കാര്യമായ പരിശോധനകൾ ഉണ്ടായില്ല. ധാരാളം മയ്യത്ത് കെട്ടലുകളിലായി ആയുധങ്ങൾ അകത്ത് കയറിയപ്പോൾ ഷിയ പടയാളികൾ അവിടെ രക്തച്ചൊരിച്ചിലുണ്ടാക്കി. ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു. അത് മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നതിന് ശേഷം മാത്രമാണ് ആ പവിത്ര ഭൂമിയുടെ നിർഭയത്വത്തെ ഇല്ലാതെയാക്കിയത് ഇത്തരം കക്ഷിത്വങ്ങളാണെന്ന് കൂടെ കൂട്ടത്തിൽ ചേർത്ത് പറയണം. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. അതുകൊണ്ട് ആർക്കാണോ, നമ്മൾ സാധാരണ പറയുന്നൊരു ഭാഷയുണ്ടല്ലോ, തടിയാലും മുതലാലും ആവതുണ്ടായത്, അവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമാണ്. വമൻ കഫറ. ഈ നിർബന്ധിതാവസ്ഥയെ ആരെങ്കിലും നിഷേധിച്ചാൽ, അവിടെ ഉപയോഗിച്ച പ്രയോഗമാണ് വമൻ കഫറ. ഇത് നിർബന്ധമല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഈ സാഹചര്യങ്ങൾ ഒത്തുവന്നിട്ടും ഒരാൾ ഹജ്ജ് നിർവഹിക്കാതിരുന്നാൽ, അവിടെ ഉപയോഗിച്ചൊരു പദപ്രയോഗമാണ് വമൻ കഫറ. കുഫർ നിഷേധമാണ്, അവിശ്വാസമാണ്, നന്ദികേടാണ്. വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ മനസ്സിലാക്കട്ടെ, അല്ലാഹു ലോകരിൽ നിന്ന് ഗനിയാണ്. ലോകരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യ സമൂഹത്തിൻ്റെ ഇബാദത്തുകൾ, ദിക്റുകൾ, ദുആകൾ അള്ളാഹുവിൻ്റെ അധികാരത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നിർബന്ധമായി കർമ്മം വിശ്വാസികൾ ചെയ്തേ പറ്റൂ. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് 5 തൂണുകളിലാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതിൽ ഒന്നാമത്തെ തൂണ് ഈ ഷഹാദത്ത് കലിമയാണ്. ഇസ്ലാം കാര്യം എന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈമാൻ കാര്യങ്ങൾ, വിശ്വസിക്കേണ്ട കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. എങ്കിൽ ഈ ഷഹാദത്ത് കലിമ എങ്ങനെയാണ് വിശ്വാസികൾ നടപ്പിൽ വരുത്തുന്നത് എന്ന് ഈ കാലഘട്ടത്തിൽ നന്നായി ആലോചിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഈ കർമ്മത്തെ എങ്ങനെയാണ് വിശ്വാസികൾ ഉപയോഗപ്പെടുത്തുന്നത്? തികച്ചും വൈരുദ്ധ്യം നിറഞ്ഞ ഒരു വിശ്വാസമാണ് മുസ്ലിം സമുദായത്തിൻ്റെത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്നേഹം പ്രകടിപ്പിക്കുകയും മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും വിശ്വാസപരമായി കർമ്മം കൊണ്ടും ചെയ്തുകൊണ്ടും വിശ്വാസം കൊണ്ടും അബൂജഹലിന്റെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യാത്മക നിലപാടാണ് ഈ മുസ്ലിം സമൂഹം ഇന്ന് നിലനിർത്തിപ്പോരുന്നത് എന്ന് കൂട്ടത്തിൽ സൂചിപ്പിച്ചു മാത്രം. ഇത് നിർബന്ധമായ ഒരു കാര്യമാണ്. വ ഇഖാമിസ് സലാ. നമസ്കാരം നിർബന്ധമാണ്. വ ഈതാഇ സകാത്ത്. മുതലുള്ളവനെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് നിർബന്ധമാണ്. വ സൗമി റമളാൻ. റമളാനിലെ നോമ്പ് നിർബന്ധമാണ്. വ ഹജ്ജിൽ ബൈത്ത് ലിമൻ ഇസ്തതാഅ ഇലൈഹി സബീല. മുതലാലും തടിയാലും സൗകര്യമൊത്തവന് ഹജ്ജ് നിർബന്ധമാണ്. ഇനി സാമ്പത്തികമായ സൗകര്യങ്ങളുണ്ട്, പോകാൻ കഴിയില്ല, രോഗമാണ്, ആവതില്ല എങ്കിൽ അയാളുടെ സമ്പത്ത് ഉപയോഗിച്ച് മറ്റൊരാളെ തനിക്ക് വേണ്ടി ഹജ്ജ് നിർവഹിക്കാൻ അയാൾ പറഞ്ഞയക്കണം. അപ്പോഴാണ് അയാളുടെ ബാധ്യത തീരുക. വമൻ കഫറ എന്ന ആ വിശേഷണത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെടുകയും ചെയ്യുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലും പരിസരത്തുമൊക്കെ പ്രത്യേകം ആളുകളെ നിയോഗിക്കുകയും ഇങ്ങനെ സൗകര്യങ്ങൾ ഒത്തിട്ടും ഹജ്ജ് നിർവഹിക്കാത്തവരുടെ പേരിൽ ജിസിയ, നികുതി, അവിശ്വാസികൾക്കുള്ള നികുതി ചുമത്തുകയും ചെയ്താലോ എന്ന് ആലോചിച്ചു പോയ ചരിത്രം ഈ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് വായിക്കുക. ഹിജ്റ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർവഹിക്കുകയും അതുവരെ ഉണ്ടായിരുന്ന ഹജ്ജിന്റെ നിർവഹണത്തിൽ നിന്ന് ചില വ്യത്യാസങ്ങളോടുകൂടി
കൃത്യമായ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ചില മാതൃകകൾ കാണിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും, ഇനി നിങ്ങൾ എന്നിൽ നിന്നാണ് ഈ കർമ്മങ്ങളുടെ രീതി കണ്ടുപിടിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. പൂർവികകാലത്ത് ഖുറൈശികൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവർ അറഫയിൽ പോകാറില്ല. അറഫയിൽ നിന്ന് വിശ്വാസികൾ ഒന്നാകെ കൂട്ടമായി ഒഴുകി വരുന്ന കൂട്ടത്തിൽ അവർ ഒഴുകി വരാൻ സന്നദ്ധരായിരുന്നില്ല. ഞങ്ങൾക്ക് ഇത്രയും മതി, ഞങ്ങൾ ഇതിൻ്റെയൊക്കെ സ്വന്തക്കാരാണ് എന്ന് പറഞ്ഞ് അറഫയിൽ പോവാതെ, അറഫയിലെ ആ ഒഴുക്കിന്റെ ഭാഗമായി ജീവിക്കാതെ ഹജ്ജ് നിർവഹിക്കാത്തവരായിരുന്നു ഖുറൈശികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും, എന്നിൽ നിന്നാണ് നിങ്ങൾ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത്. വിശ്വാസികൾ, ലക്ഷക്കണക്കിന് വിശ്വാസികൾ വർഷങ്ങളായി തൽബിയത്ത് ചൊല്ലി ഹറമിൽ വരികയും കഅബാലയം കാണുന്നതുവരെയും ഈ തൽബിയത്ത് തുടരുകയും തവാഫും സഅയും നിർവഹിക്കുകയും ചെയ്യുന്നു. ദുൽഹിജ്ജ 8 മിനയിലെത്തുന്നു. 9-ാം ദിവസം അറഫയിൽ ചെന്ന് പ്രാർത്ഥനകൾ നിരന്തരമായി നിർവഹിക്കുകയും ചെയ്യുന്നു. നിന്നും ഇരുന്നും കിടന്നും സുജൂദിൽ വീണും അവർ പ്രാർത്ഥിക്കുന്നു. അൽ ഹജ്ജു അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അറഫയാണ് ഹജ്ജ്. അല്പസമയമെങ്കിലും അറഫയിൽ താമസിക്കാൻ പറ്റാത്തവന് ഹജ്ജില്ല. അതുകൊണ്ട് വഴിതെറ്റാൻ ധാരാളം സാധ്യതകളുള്ള ഒരു സംഗതി കൂടിയാണ്. അറഫയിൽ നിൽക്കൽ നിർബന്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ആ ദിക്റാണ് അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നു. ദിവസങ്ങളായി സഞ്ചരിച്ചും വേർത്തും പൊടിപിടിച്ചും ജടകുത്തിയും വിശ്വാസികൾ ഇബാദത്തിൽ മുഴുകുമ്പോൾ ആകാശലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളെ കാണിച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ ദാസന്മാർ ഇബാദത്തുകളിൽ സജീവമായത് നിങ്ങൾ കണ്ടോ? ദിക്റുകളിലും ദുആകളിലും പ്രാർത്ഥനകളിലും സജീവമായത് നിങ്ങൾ കണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഈ വിശ്വാസികളെ ചൂണ്ടിക്കാണിച്ച് വലിപ്പത്തരം പറയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നരകമോചനം നടക്കുന്നത് അറഫാ ദിനത്തിന്റെ അന്നാണ്. പിന്നീട് വിശ്വാസികൾ മുസ്ദലിഫയിൽ വരുന്നു, അവിടെ കടന്നുറങ്ങുന്നു. അടുത്ത ദിവസം ജംറയിൽ ചെന്ന് കല്ലെറിയുന്നു, അറവ് നടത്തുന്നു, മുടിയെടുക്കുന്നു. അല്പ ദിവസങ്ങൾ കൂടി മിനയിൽ താമസിച്ച് ജംറകൾ എറിഞ്ഞ് നിരന്തരമായ പ്രാർത്ഥനകൾ, അതിൽ ഇസ്തിഗ്ഫാറുകളുണ്ട്, തൗബയുണ്ട്, റബ്ബിനോട് സങ്കടങ്ങൾ എണ്ണിപ്പറയുന്നവരുണ്ട്, ആവലാദികൾ പറയുന്നവരുണ്ട്, ആവശ്യങ്ങൾ പറയുന്നവരുണ്ട്. നിർബന്ധിച്ചും ആവർത്തിച്ചും അവർ റബ്ബിനോട് പ്രാർത്ഥിച്ച് ഒരു വലിയ ശുദ്ധീകരണത്തിന് വിധേയമാകുന്നു. അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. ഈ വിധത്തിൽ ഹജ്ജ് നിർവഹിച്ചാൽ മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജാ കയൗമിൻ വലദതുഹു ഉമ്മു. വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതെ, തമ്മാടിത്തം ചെയ്യാതെ ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ തൻ്റെ ഉമ്മ പ്രസവിച്ച ഒരവസ്ഥയിൽ, വിശുദ്ധമായ അവസ്ഥയിൽ അയാൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഹജ്ജാണ് വിശ്വാസികൾ ആ പുണ്യ നഗരിയിൽ നിർവഹിക്കാൻ പോകുന്നത്. അവിടെ വരുന്ന എല്ലാവർക്കും മബ്റൂറും മഖ്ബൂലുമായ ഹജ്ജ് നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ഹജ്ജിൻ്റെ സന്ദേശം എന്താണ്? ഏകദൈവാരാധനയാണ് ഹജ്ജിൻ്റെ സന്ദേശം. വിശ്വാസികളുടെ ഏകത്വമാണ് ആ ഹജ്ജിൻ്റെ സന്ദേശം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അവർക്കിടയിലുള്ള വർണ്ണവ്യത്യാസങ്ങളെ, സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങളെ, ജനപദങ്ങളായി തിരിച്ചറിയാവുന്ന വേർതിരിവുകളെ, അതിനെയല്ല പരിഗണിക്കേണ്ടത്. ആരുടെ ഹൃദയത്തിലാണോ തഖ്വയുള്ളത് അവർക്കാണ് പടച്ചറബിന്റെ അടുക്കൽ കൂടുതൽ സ്വീകാര്യത. ദാറുൽ അർഖമിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി കടന്നു വരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു, സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു മനുഷ്യൻ, കറുത്തൊരു കാപ്പിരി അടിമ. അദ്ദേഹം പ്രവാചകന്റെ സദസ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിൽക്കുന്നു. ആരാണ് റസൂൽ? ഏറ്റവും ഉന്നതമായ കുടുംബത്തിലെ അംഗം, ഖുറൈശി കുടുംബത്തിലെ അംഗം, ഖുറൈശി കുടുംബത്തിലെ ബനൂ ഹാഷിം കുടുംബത്തിലെ അംഗം, സവർണൻ, സുന്ദരൻ, ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ അംഗീകാരം ലഭിച്ചൊരു മനുഷ്യൻ. ആ പ്രവാചകൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഒരു കുത്തൊഴുക്കായിരുന്നു
ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിലേക്ക്. സൂറത്തുൽ ഇൻസാനിന്റെ ഒരു അവതരണ പശ്ചാത്തലം വിശദീകരിക്കുന്ന തഫ്സീറുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടന്നു വന്ന ഒരു അബസീനിയക്കാരൻ, അദ്ദേഹം ഒരു കറുത്ത മനുഷ്യനാണ്. അദ്ദേഹം സങ്കടപ്പെട്ട് പറയുന്നു റസൂലയോട്, അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് വർണ്ണം കൊണ്ടും വർഗം കൊണ്ടും ശ്രേഷ്ഠമാക്കപ്പെട്ടവരാണ്, നുബുവത്തിൻ്റെ ശ്രേഷ്ഠത ലഭിച്ചവരാണ്. നാളെ പരലോകത്ത് ഈ വ്യത്യാസം അവിടെയും നിലനിൽക്കുമോ? സ്വർഗം കിട്ടുമ്പോഴും അങ്ങയുടെ ചാരത്ത് വരാൻ ഞങ്ങൾക്ക് പറ്റാതെ പോകുമോ എന്ന ചോദ്യത്തിന് അവിടെ നിന്ന് നൽകുന്ന ഉത്തരം, ജനനമല്ല, വർണ്ണമല്ല, കുടുംബമല്ല, തറവാടിത്തമല്ല, നാളെ പരലോകത്ത് പരിഗണിക്കപ്പെടുന്നത് അവനവൻ്റെ അഖീദയും വിശ്വാസവും ആ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള കർമ്മവും ആണ് പരിഗണിക്കപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. പിന്നീട് ഇങ്ങനെ സ്വർണത്തെക്കുറിച്ച് വർണ്ണിച്ച് ആ വർണ്ണന കേട്ട് ആ നല്ല മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്യുന്നു. സ്വർഗത്തിൻ്റെ വർണ്ണനകൾ കേട്ടിട്ട് റസൂലുള്ളാഹിയുടെ നാവിലൂടെ, വിശുദ്ധ ഖുർആന്റെ വചനങ്ങളിലൂടെ. ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ ഒരു വിശ്വാസികൾക്കിടയിലുള്ള ഏകത്വത്തിൻ്റെ, എല്ലാറ്റിലുമുപരി ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, ലാ ശരീക ലഹ്, ആവർത്തിച്ച് പ്രഖ്യാപിക്കപ്പെടുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ആവർത്തിച്ച് പ്രഖ്യാപിക്കപ്പെടുന്ന, അതിനനുസരിച്ച് മനസ്സിനെ പാകപ്പെടുത്തിയ ഏക വിശ്വാസത്തിൻ്റെ ഒരു മെസ്സേജാണ് ഹജ്ജ് നമുക്ക് നൽകുന്നത്. ഇത് ഉൾക്കൊള്ളാൻ മുസ്ലിം സമൂഹത്തിന് പറ്റാതെ പോയാൽ വലിയ അപകടമാണ് സംഭവിക്കുക. ഹജ്ജിൻ്റെ ഒരു ഉദാത്തമായ ഒരു മെസ്സേജ് ഉണ്ടല്ലോ. ഖത്തർ ഫുട്ബോൾ മേളയിൽ അതിൻ്റെ ഒന്നാമത്തെ ദിവസം അതിൻ്റെ ഉദ്ഘാടന സന്ദർഭത്തിൽ അരക്ക് താഴെ ശരീരം വളർന്നിട്ടില്ലാത്ത ഒരു അറബി ചെറുപ്പക്കാരനും ഒരു ആഫ്രിക്കൻ വംശജനും പരസ്പരം കൈകൊടുത്തുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ നേർക്കുനേരെ ഈ ഫുട്ബോൾ മാമാങ്കം കാണാൻ വേണ്ടി ഖത്തറിലെത്തിയിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ആളുകൾ ടെലിവിഷനിലൂടെയും മറ്റും ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ലോകത്തിൽ നമുക്ക് നൽകാനുള്ള സന്ദേശം എന്താണ് എന്ന ചോദ്യം വന്നപ്പോഴാണ് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. നമ്മളൊക്കെയും ഈ തഖ്വയുടെ ഉടമകളാകാനാണ് ശ്രമിക്കേണ്ടത്. ഹജ്ജ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ തഖ്വയാണ്. ഹജ്ജ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ സൗഹാർദ്ദമാണ്. ഹജ്ജ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത, അഡ്ജസ്റ്റ്മെന്റുകളില്ലാത്ത, സ്വകാര്യമായി ഡീലിങ്ങുകളില്ലാത്ത ഏകദൈവ വിശ്വാസമാണ്. ഇതാണ് ഹജ്ജിന്റെ മെസ്സേജ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ഒരു ബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മദ്രസയുടെ അഡ്മിഷനാണ് അതിലെ അറിയിപ്പ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ കാലത്ത് മദ്രസ പഠനം എന്ന് പറയുന്നത്. ഇസ്മായിൽ എന്ന് പറയുന്ന അലിഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ മദ്രസ എന്ന് പറയുന്നത് ഹറമും പരിസരവുമായിരുന്നു. അദ്ദേഹത്തെ ദീൻ പഠിപ്പിച്ചത് ഹാജർ എന്ന് പറയുന്ന വലിയ വേദവിജ്ഞാനം ലഭിച്ചിട്ടില്ലാത്തൊരു പെണ്ണായിരുന്നു. പക്ഷേ അവിടെ അഖീദ ശുദ്ധമായ അഖീദയായിരുന്നു. അവിടെ ജീവിതം കറകളഞ്ഞ ഇഖ്ലാസുള്ളതായിരുന്നു. അതുകൊണ്ട് തൻ്റെ മാതാവിൻ്റെ ശിക്ഷണത്തിൽ വളർന്ന ഇസ്മായിൽ അലിഹിസ്സലാം അനുസരണയുള്ള ഒരു കുഞ്ഞായി വളർന്നു. എപ്പോഴെങ്കിലും വന്നുപോകുന്ന ഇബ്രാഹിം അലി ഇസ്ലാമിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനമാണ് മറ്റൊന്ന്. പക്ഷേ ആ വിജ്ഞാനം ഇസ്മായിൽ എന്ന മകനെ ഏറ്റവും നല്ല മകനാക്കി മാറ്റി. അള്ളാഹുവിൻ്റെ കൽപ്പന അങ്ങനെ തന്നെ നിർവഹിക്കാനുള്ള ഒരു പാകപ്പെട്ട മനസ്സിൻ്റെ ഉടമയായി മാറി. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾ എന്ന നിലക്ക്
ഹാജറും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയും തീർത്തൊരു മാതൃക തീർക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാവിലൂടെ ദീനീ പഠനത്തിന് അവർക്ക് അവസരങ്ങളില്ല. കാരണം അവിടെ കൂടെ ഒന്ന് അല്പസമയം ഇരുന്ന് അവർ നമസ്കരിക്കുന്നവരാണോ, നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അവർക്ക് അറിയുമോ, എൻ്റെ കാലശേഷവും അവർ നമസ്കാരം നിലനിർത്തുന്നവരായി മാറുമോ എന്ന ആശങ്ക പോലും ഇല്ലാതെയാണ് പല രക്ഷിതാക്കളും ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ മദ്രസ വിദ്യാഭ്യാസം നേടട്ടെ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും തരക്ക് പിടിച്ച മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയും എൻ്റെ കുട്ടിക്ക് മദ്രസയിൽ പോകാൻ സമയമില്ല എന്ന കാരണം പറഞ്ഞ് ഈ മഹാദൗത്യത്തിൽ നിന്ന് നമ്മൾ പിന്മാറിക്കഴിഞ്ഞാൽ, ദീൻ പഠിക്കാൻ പറ്റാതെ വന്നാൽ നമ്മുടെ കുട്ടികൾ പിന്നീട് പല കേന്ദ്രങ്ങളിലേക്കുമാണ് എത്തിച്ചേരുക. അധാർമികതയുടെയും അവിശ്വാസത്തിൻ്റെയും ദൈവനിരാസത്തിൻ്റെയും മേഖലകളിലേക്ക് അവർ ചെല്ലും. മദ്രസയിൽ പഠിച്ച എല്ലാവരും ദീനിൽ ഉറച്ചു നിൽക്കുന്നു എന്നല്ല ഞാൻ സൂചിപ്പിച്ചത്. ചിലപ്പോഴെങ്കിലും തെറിച്ചു പോകുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചു വരാൻ പാകത്തിൽ അവിടെ മനസ്സിൽ ചില വിജ്ഞാനങ്ങൾ ഉണ്ടാവണം. മദ്രസ കാലഘട്ടത്തിൽ ലഭിച്ച ആ വിജ്ഞാനം അവിടെ മനസ്സിലുണ്ടെങ്കിൽ കുറച്ചൊക്കെ അധാർമിക ജീവിതത്തിലേക്ക് പോയാലും പിന്നീട് തിരിച്ചു വരാൻ അവർക്ക് പറ്റും. പക്ഷെ തീരെ ദീനി വിദ്യാഭ്യാസം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, അയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ദീന്? രക്ഷപ്പെടാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ, വേറെ മാർഗങ്ങളുണ്ടല്ലോ. എന്തിനാ ഈ ഒരു മാർഗത്തിൽ നമ്മൾ വാശി പിടിക്കുന്നത് എന്ന് ചിന്തിച്ച് ദൈവനിരാസത്തിൻ്റെയും മതനിരാസത്തിൻ്റെയും ആളുകളായി അവർ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നന്നായി ശ്രദ്ധിക്കണം. മറ്റൊന്ന് അറഫ നോമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് യുകഫിർ സനത്തൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞൊരു വർഷത്തെ വരാൻ പോകുന്നൊരു വർഷത്തെയും പാപങ്ങൾ വിശ്വാസിക്ക് വേണ്ടി അള്ളാഹു പുറത്തു കൊടുക്കും. ആരുടേതാണ്? വിശ്വാസികളുടെ. അപ്പോൾ ഈ മഹത്തായ അറഫ നോമ്പ് നിർവഹിക്കുക. നമ്മുടെ മഹല്ലിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് വ്യാഴാഴ്ച ദിവസമാണ്. മഹല്ലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പെരുന്നാൾ തൊട്ടടുത്തുള്ള മൈതാനിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഴയും മറ്റു പ്രതിസന്ധികളും ഉണ്ടായാൽ ഈ ഭവനത്തിനകത്ത്, പള്ളിയുടെ അകത്ത് നമ്മൾ പെരുന്നാൾ ആഘോഷം നിർവഹിക്കുകയും ചെയ്യും. ആ കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാവണം. നമ്മൾ ദാനധർമ്മത്തിലൂടെ കൂടുതൽ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഈ നല്ല ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആക്സിഡൻറ്റ് സംഭവിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ പിന്നെ സ്ട്രോക്കും വന്ന് അവശതയിലായ ചില ആളുകൾ, ചെറുപ്പക്കാരൻ, അവർക്ക് വേണ്ടി അവരുടെ ബന്ധുക്കൾ ഈ ദിവസം നമ്മളോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ പലരും രോഗികളാണ്. നമ്മുടെ വീട്ടിൽ പല മാതാപിതാക്കളും രോഗം കാരണം ഈ പള്ളിയിലേക്ക് വരാൻ പറ്റാതെ വിഷമിക്കുന്നവരുമാണ്. എല്ലാവർക്കും അള്ളാഹു പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ പലരും സാമ്പത്തികമായി വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ്. അള്ളാഹുവേ, ഈ പുണ്യ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട്, ഈ പുണ്യ ദിവസത്തിൽ നിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന് ഖുത്ബ കേൾക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന ഈ ശ്രേഷ്ഠത കൊണ്ട് നാഥ, ഞങ്ങളുടെ ദുനിയാവിലെ എല്ലാ വിഷമങ്ങൾക്കും നീ ആശ്വാസം പ്രദാനം ചെയ്യുന്ന റബ്ബേ. അള്ളാഹുവേ, ഇതിൻ്റെയൊക്കെ കർമ്മഫലങ്ങൾ നാളെ പരലോകത്ത് നീ സ്വർഗമായി നീ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണമെന്ന് നാഥ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ബന്ധുജനങ്ങൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും നാളെ അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യണമെന്ന് നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا